ഒളിമ്പ്യൻ റഹ്മാൻ മെമ്മോറിയൽ അക്കാദമി ഓഫ് ഫുട്ബോൾ ഓർമ്മ ഗ്രാമങ്ങളിൽ ആരംഭിച്ച ഗ്രാസ് റൂട്ട് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിൽ നിന്നുള്ള വിശേഷങ്ങളാണ് നാട്ടുവിശേഷത്തിൽ അടുത്തത്. അവസാന മിനുക്കുപണികൾ മീഡിയ ഫോട്ടോഗ്രാഫർമാർക്ക് മുന്നിൽ നടത്തി മക്കളെ വേദിയിലേക്ക് തള്ളിവിടുന്ന കൊച്ചമ്മമാർ നമ്മുടെ സ്കൂൾ യുവജനോത്സവ വേദിയിൽ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ അത്രയൊന്നും വർണ്ണപ്പകിട്ടില്ലാത്ത ഫുട്ബോൾ എന്ന കായിക വിനോദത്തിൽ മകന്റെ ഭാവി കണ്ട് ബൂട്ടും ജേഴ്സിയും അണിയിക്കുന്ന ഈ അമ്മമാർ നാം ഏറെ കാത്തിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ സംഘാടകരുടെ ദിശാബോധത്തിന്റെ ചൂണ്ടുപലകയായി വേണം കരുതാൻ. ഇന്ത്യൻ ഫുട്ബോളിന്റെ ആത്മാവും ഗ്രാമങ്ങളിലാണെന്ന തിരിച്ചറിവ് നേടിയ കേരള ഫുട്ബോൾ അസോസിയേഷനാണ് ഇന്ത്യൻ ഫുട്ബോളിന് തന്നെ ഗുണം ചെയ്യുന്ന ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്യുന്നതിലേക്ക് നയിച്ചത്. മുൻ ഇന്ത്യൻ താരം പ്രേംനാഥ് ഫിലിപ്പാണ് അക്കാദമിയുടെ മുഖ്യ പരിശീലകൻ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം അവരുടെ മാതാപിതാക്കളും ഫുട്ബോൾ മൈതാനത്തിന് ചുറ്റുമെത്തുന്നു എന്നതാണ് ഗ്രാസ് റൂട്ട് ഫുട്ബോൾ എന്ന ഈ പുതിയ പദ്ധതിയുടെ കണ്ടെത്തലുകളിലൊന്ന്. ഗ്രാസ് റൂട്ട് ഫുട്ബോൾ എന്ന ജർമ്മൻ മാതൃകയിലുള്ള പരിശീലന പദ്ധതിയാണ് അക്കാദമിയിലൂടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. മൈതാനങ്ങളിലെ ഏകാധിപതികളായ പഴയ കോച്ചുമാർക്ക് പകരം കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് ആകർഷിക്കുകയും കളിയോടുള്ള ആഭിമുഖ്യം പരിശീലനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിലനിർത്തി തന്നെ ശാസ്ത്രീയമായ പരിശീലനത്തിലൂടെ ഒരു തികഞ്ഞ ഫുട്ബോളറെ സൃഷ്ടിക്കുന്നതിന് പ്രയത്നിക്കുന്ന പരിശീലകരെയാണ് ഈ അക്കാദമി ലക്ഷ്യമിടുന്നത്. പ്രശസ്ത ഫുട്ബോളർ ഒളിമ്പ്യൻ റഹ്മാന്റെ ഓർമ്മയ്ക്കായി കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ 2007 അവസാനം ആവിഷ്കരിച്ച പുതിയ ഫുട്ബോൾ പരിശീലന കളരിയിലെ 5 യൂണിറ്റുകളിലൊന്നാണ് മുക്കത്തുള്ളത്. മുക്കം കൂടാതെ താമരശ്ശേരി, പുറമേരി, കൊയിലാണ്ടി, കോഴിക്കോട് നഗരം സ്റ്റേഡിയം കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ 5 ക്യാമ്പുകളാണ്. 10 വയസ്സ് പൂർത്തീകരിക്കാത്ത കുട്ടികളാണ് ഈ ക്യാമ്പിലുള്ളത്. നമ്മൾ പരമ്പരാഗതമായി ശീലിച്ച ഫുട്ബോൾ പരിശീലനത്തിൽ നിന്ന് വ്യത്യസ്തമായി 10 വയസ്സുള്ള കുട്ടികളെ കണ്ടെത്തി 6 വർഷം തുടർച്ചയായി അവർക്ക് പരിശീലനം കൊടുത്ത് കഴിയുമ്പോഴേ അവർ ഫുട്ബോൾ കളിച്ചു തുടങ്ങൂ എന്ന യൂറോപ്യൻ ഫുട്ബോളിനെ സംബന്ധിക്കുന്ന യൂറോപ്പിലെ ഫുട്ബോൾ സങ്കല്പങ്ങളാണ്. 15 വയസ്സോടെയുള്ള ഒരു കുട്ടി ഫുട്ബോൾ കളിക്കേണ്ട എന്നാണ് യൂറോപ്പിലെ ഫുട്ബോൾ സങ്കല്പം. അവരെ ഫുട്ബോൾ കളിക്കാൻ പഠിപ്പിച്ചാൽ മാത്രം മതി. അയാളുടെ ഫുട്ബോൾ സ്കില്ലുണ്ടോ എന്ന് പോലും പരിശോധിക്കുന്നത് ഈ പരിശീലനത്തിന് 2-3 വർഷങ്ങൾക്ക് ശേഷമാണ്. നിലവിൽ അവരുടെ ആരോഗ്യപരമായ വളർച്ച, അവരുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുക, അവർ ഒരു 2 വർഷം ഈ രീതിയിലുള്ള പരിശീലനങ്ങൾ കഴിയുമ്പം ഈ കുട്ടികൾക്ക് അയാളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗം കൊണ്ടും അയാളിലേക്ക് വരുന്ന ഒരു ബോളിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ഇതിൻ്റെ ചീഫ് പരിശീലകനായ ശ്രീ നാരായണ മേനോൻ അവകാശപ്പെടുന്നത്. വിവിധ ഏജ് ഗ്രൂപ്പുകളിലുള്ളവർക്ക് പ്രത്യേക പരിശീലനവും ഭക്ഷണക്രമവും വരെ വിഭാവനം ചെയ്യുന്നു അക്കാദമി. ലോകകപ്പ് യോഗ്യത നേടിയ അണ്ടർ 16 ഇന്ത്യൻ ടീമിന്റെ സഹപരിശീലകൻ VA നാരായണ മേനോനാണ് ഈ പുതിയ പദ്ധതി കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയത്. ശ്രീ നാരായണ മേനോൻ കുന്നംകുളം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കുന്നംകുളം കോളേജിലെ കായികാധ്യാപകനാണ്. അദ്ദേഹം 2004 ജർമ്മനിയിൽ 1 വർഷം നീണ്ടുനിന്ന ഒരു ഫുട്ബോൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് ഫുട്ബോൾ പരിശീലനത്തിൽ വിശേഷിച്ച് ഗ്രാസ് റൂട്ട് ഫുട്ബോൾ കൊച്ചു കുട്ടികൾക്കുള്ള ഫുട്ബോൾ വിദഗ്ധമായ പരിശീലനം ലഭിച്ച് തിരിച്ചു വന്ന ആളുമാണ്. അദ്ദേഹം കോഴിക്കോട് 3 ദിവസം നീണ്ടുനിന്ന ഒരു ക്ലിനിക്കിൽ ഞങ്ങളുടെ ഈ 5 സെൻറ്ററിലെയും സീനിയർ കളിക്കാരെ അദ്ദേഹം പഠിച്ച കോച്ചിങ് രീതി പഠിപ്പിക്കുകയും ആ രീതി ഇവിടുത്തെ ലോക്കൽ പരിശീലനം ലഭിച്ച പ്രാദേശിക കളിക്കാർ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുക. KDFAയുടെ ചീഫ് കോച്ചുകളായ പ്രേംനാഥ് ഫിലിപ്പിനെ പോലുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാമ്പുകൾ പരിശോധിക്കും. ഈ ക്ലിനിക്കിൽ അവർക്ക് ലഭിച്ച പരിശീലനം കുട്ടികളിൽ ശരിയായ രീതിയിൽ പ്രയോഗിക്കുന്നില്ല എന്ന് പരിശോധിച്ചുകൊണ്ടേയിരിക്കും. കൂടാതെ ശ്രീ നാരായണ മേനോൻ തന്നെ നേരിട്ട് ഈ ക്യാമ്പുകൾ സന്ദർശിക്കുകയും 6 മാസം കൂടുമ്പോൾ ഇതിൻ്റെ അടുത്ത ഫേസ് അദ്ദേഹം വീണ്ടും ക്ലിനിക്ക് നടത്തി കോച്ചുകളെ പഠിപ്പിക്കുകയും കോച്ചുകളത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. കഴിഞ്ഞ ക്ലിനിക്കിൽ 3 ദിവസം അവർക്ക് ലഭിച്ച പരിശീലനമാണ് വരുന്ന 6 മാസക്കാലം ഈ ക്യാമ്പിൽ ഉണ്ടാവുക. അടുത്ത നെക്സ്റ്റ് ഫേസ് വീണ്ടും നാരായണ മേനോൻ്റെ ക്ലിനിക്ക് നടക്കും. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പഠിക്കും. അത് ഇവർ വീണ്ടും ഇവിടെ വന്ന് വെച്ചിട്ട് ഇതിനിടയിൽ ഈ ക്യാമ്പിൻ്റെ വളർച്ച ഞങ്ങൾ ഫുട്ബോൾ സംഘാടകർ എന്നുള്ളതിൽ അസോസിയേഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കും. ഓരോ വർഷവും കഴിയുമ്പോൾ കുട്ടികളെ മുഴുവൻ ഈ ക്യാമ്പിൽ നിലനിർത്തണോ വേണ്ടേ എന്നുള്ളത് അപ്പം അവരുടെ
കഴിവുകൾ അസസ് ചെയ്തിട്ട് പരിശോധിക്കും. എല്ലാ കുട്ടികളും ക്യാമ്പിൽ തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. പക്ഷേ പലപ്പോഴും കൊച്ചുകുട്ടികളായതുകൊണ്ട് പലരും നമ്മളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നു കൊള്ളണമെന്നില്ല. കളിക്കളത്തിൽ ഉപയോഗപ്പെടുത്തുന്ന വേഗതയും സ്റ്റാമിനയും വളർത്താൻ കുട്ടികൾക്ക് പരിചയമുള്ള ഫൺ ഗെയിമുകളാണ് ഈ സമ്പ്രദായത്തിലെ ആദ്യ പടി. റൂണിയുടെയും റൊണാൾഡിജോയുടെയും ഒക്കെ കേളി മികവ് ടെലിവിഷനിൽ കണ്ട് മൈതാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന കുഞ്ഞു കളിക്കാർക്ക് കഠിന പരിശീലന മുറകൾ കാരണം ജീവിതത്തിന്റെ മൈതാനത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത പരിശീലന സമ്പ്രദായമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഗോൾ കീപ്പർ ഇല്ലാതെ പരിശീലന മത്സരങ്ങൾ നടത്തി കുട്ടികളെ ഗോൾദാഹത്തോടെ ഗ്രൗണ്ടിൽ നിലനിർത്തുന്നത് ഈ പരിശീലന രീതിയുടെ മനഃശാസ്ത്രപരമായ സമീപന രീതി വെളിപ്പെടുത്തുന്നു. പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഭാരമേറിയ ഫുട്ബോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെഡിംഗ് പരിശീലനം പോലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഈ പദ്ധതി വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. പഴയ പ്ലേയേഴ്സ് എല്ലാവരും കൂടി എത്ര അധികം ബുദ്ധിമുട്ടുകൾ വന്നാലും ഈ ക്യാമ്പ് വളരെയധികം നല്ല രീതിയിൽ നല്ല നല്ല കളിക്കാരെ വാർത്തെടുത്ത് വലിയ ഡിസ്ട്രിക്ട് ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, ഇന്ത്യൻ ലെവലിൽ വരെ എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. അതിനു വേണ്ടി ഞാനും എൻ്റെ പഴയ കളിക്കാരും എത്ര അധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും ഞങ്ങൾ ഇതിൽ മുന്നോട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ ഈ പഞ്ചായത്തിലെ കളിക്കാർ, പഴയ കുറച്ച് കളിക്കാർ, നമ്മൾ ഇവിടുത്തെ ഭാരവാഹികളെല്ലാവരും മുന്നോട്ട് വന്നതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കൂടെ തന്നെ രക്ഷിതാക്കൾ, പഴയമാർ പണ്ട് രക്ഷിതാക്കൾ ഇതിനു വേണ്ടി മുന്നോട്ട് വരാറില്ല. നേരത്തെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ സമയം കട്ടെടുത്തിട്ടും വീട്ടുകാരെ അറിയാണ്ടും പന്ത് കളിച്ച് വളർന്ന ഞങ്ങൾ ഇപ്പം രക്ഷിതാക്കൾ വീട്ടിൽ നിന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരികയാണ്, കൂട്ടിക്കൊണ്ട് വന്നിട്ട് ക്യാമ്പിൽ നടത്തുന്നത്. അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയധികം സൗകര്യങ്ങൾ വന്നത് അത് കുട്ടികൾ മുതലെടുക്കണം, രക്ഷിതാക്കളും ഞങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് രക്ഷിതാക്കളും ഇവിടുത്തെ ഭാരവാഹികളും
കുട്ടികളും മനസ്സിലാക്കണം. എന്നാൽ തന്നെ ഇത് മുന്നോട്ട് പോവുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഞങ്ങൾ KDFA ആണ് ഇതിന് മുൻകൈ എടുത്തത്. പുതിയ കുറുപ്പ് മാസ്റ്റർ, അഹമ്മദ്, കബീർ, അങ്ങനെ കുറേ സെക്രട്ടറി, പുതിയ സെക്രട്ടറി, പ്രസിഡൻറ്റ്, ഇവരെല്ലാം പുതിയൊരു ഉത്തരകാലത്തിൻ്റെ ശേഷം ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് എത്രയോ കൊല്ലങ്ങളായി. ഞാനിപ്പം കൽക്കത്ത വിട്ട് കാലിക്കറ്റിൽ വന്നിട്ട് ഒരുപാട് കൊല്ലമായി. ഇതുവരെ അങ്ങനെ ഒരു പദ്ധതി എന്ന് പറയുന്നത് പുറത്തേക്ക് വന്നില്ല. ഞാൻ തന്നെ ചെറിയ ചെറിയ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഇങ്ങനെയുള്ളൊരു ക്യാമ്പ്. അപ്പോൾ ഇത് KDFA കൊണ്ടുവന്നപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാ കളിക്കാരും പുറത്തേക്ക് വന്നു. എന്തിനും ഇപ്പോൾ ഞങ്ങൾ തന്നെ 5 സെൻറ്ററിലേക്ക് പുറത്ത് പോയി. എല്ലാവരും വളരെ സന്തോഷത്തോടെ രാവിലെ തന്നെ പോയി വൈകുന്നേരം വരെ സെലക്ഷൻ എടുത്ത് ചെറിയ ചെറിയ കുട്ടികളെ കാണുമ്പോൾ തന്നെ നമ്മളെ പഴയ ഓർമ്മകളാണ് വീണ്ടും വരുന്നത്. എന്തായാലും ഇന്ത്യയെ ലോകകപ്പ് ഫൈനൽ റൗണ്ടിൽ എത്തിക്കാൻ പ്രാഗൽഭ്യമുള്ള കളിക്കാരെയൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഫുട്ബോൾ ഒരു വിനോദം എന്നതിലുപരി ഒരു സംസ്കാരം എന്ന തലത്തിലെത്തിക്കാൻ കെൽപ്പുള്ള ഒരു തലമുറയെ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം.